ഈ മന്നം സമാധിയിൽ ഉപരാഷ്ട്രപതിക്ക് പ്രവേശനം നിഷേധിച്ചു. ജി സുകുമാരൻ നായരുടെ ഈ സമീപനം BJP നേതൃത്വത്തിനോട് മാത്രമുള്ള നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണോ, അതോ പൊതുവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകളുടെ പ്രതിഫലനമാണോ? അത് അങ്ങേരുടെ ഈ സങ്കുചിതമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെ പ്രതിഫലനമാണിത്. എന്താണെന്ന് വെച്ചാൽ അങ്ങേര് ഈ സമദൂരം എന്ന് പറഞ്ഞിട്ടേ അങ്ങേർക്ക് താല്പര്യമുള്ള കോൺഗ്രസ് നേതാക്കളുടെ കൂടെ നിൽക്കാൻ, ഇപ്പം ചെന്നിത്തല ഉദാഹരണം, രമേശ് ചെന്നിത്തലയാണ് മന്നം സമാധിയിലേക്ക് പോകാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും തുറന്നു കൊടുക്കുമല്ലോ. പക്ഷേ ചിലപ്പോൾ PS ശ്രീധരൻപിള്ളയ്ക്കും തുറന്നു കൊടുക്കുമായിരിക്കും. എന്ന് പറഞ്ഞാൽ ചില തൽപര കക്ഷികളൊക്കെ ഉണ്ടല്ലോ, അതായത് സുകുമാരൻ നായർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് പ്രവേശനമുണ്ട്. PJ കുര്യൻ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും തുറന്നു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ അല്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ സുരേഷ് ഗോപി പറ്റില്ല, CV ആനന്ദ ബോസ് പറ്റില്ല, CP രാധാകൃഷ്ണൻ നമ്മുടെ ഉപരാഷ്ട്രപതി പറ്റില്ല. എന്തിന് ഈ മറ്റേ ബാലശങ്കർ മന്നത്ത് പത്മനാഭൻ്റെ കൊച്ചുമകൻ, അദ്ദേഹവും കുടുംബവും മന്നം സമാധിയിൽ ഒരിക്കൽ ചെന്നപ്പോൾ സെക്യൂരിറ്റിക്കാരൻ മുകളിൽ ചെന്നിട്ട് ചോദിച്ചു വന്നിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് മുകളിൽ പോയി താഴേക്ക് വന്നിട്ട് നിങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ കാര്യം ബാലശങ്കർ മന്നത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്താണ്, മനസ്സിലായില്ലേ? മറ്റേ NSS കോളേജിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജോലി ചെയ്തിരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇതാണ് ഈ എന്ന് പറഞ്ഞാൽ മന്നത്ത് പത്മനാഭനേക്കാളൊക്കെ വലുതായില്ലേ സുകുമാരൻ നായർ. അപ്പോൾ ഇന്ന് സാബു ജേക്കബ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ 2020-യുടെ. അദ്ദേഹം പറഞ്ഞു ഇത് പോക്രിത്തരാണ് കാണിച്ചത്. ഈ ഉപരാഷ്ട്രപതി സമാധിയിൽ വരുന്നത് മന്നത്തിനെ ഉയർപ്പിക്കാനൊന്നുമല്ലല്ലോ, പിന്നെന്തിനാണ് ഈ പേടിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, മന്നമിനെ ഉയർത്തുമെന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പം എന്ത് സംഭവിക്കും? ഈ പെരുന്തനായരുടെ ചെവിക്കല്ല് നോക്കി 2 പൊട്ടിക്കില്ലായിരുന്നു. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പൂന്താനം എഴുതിയിട്ടുണ്ടല്ലോ, വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നതു ചിലർ, കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. അല്ലേ? ഗർദഭം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സുകുമാരൻ നായർക്ക് അറിയില്ലെങ്കിൽ വിവരമുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കണം. കഴുത എന്നാണ്. കുങ്കുമം ചുമക്കുന്നുണ്ടാവും, ഇതെന്താണെന്നും അറിയില്ല, ഇതിൻ്റെ ഗന്ധവും അറിയില്ല. ഇങ്ങനെയാണ് ഇയാളെ പിടിച്ച് അവിടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ മറ്റേ സെക്യൂരിറ്റി മന്നം സമാധി ഉപരാഷ്ട്രപതിയൊക്കെ വരുമ്പോൾ സെക്യൂരിറ്റി പരിശോധനകളൊക്കെ സ്വാഭാവികമല്ലേ അങ്ങനത്തെ ആളുകളൊക്കെ വരുമ്പോൾ. അപ്പോൾ സെക്യൂരിറ്റി പരിശോധനകൾക്ക് CRPF-ഉം നമ്മുടെ പോലീസും സംയുക്തമായിട്ട് ചെന്നു. അപ്പോൾ അവിടെ പ്രവേശനം നിഷേധിച്ചു. എന്ന് പറഞ്ഞാൽ പരിശോധിക്കാൻ പറ്റില്ല, ഇത് ക്ഷേത്രം പോലെ കരുതുന്ന സ്ഥലമാണ്, വിശുദ്ധ സ്ഥലമാണെന്നൊക്കെ. ഷൂസൊക്കെ ഇട്ട് ചവിട്ടി കയറാൻ പാടില്ല, പട്ടി കയറാൻ പാടില്ല, അങ്ങനെ പലതും ന്യായം പറയാം. അല്ല, അപ്പോൾ ക്ഷേത്രത്തിൽ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയൊക്കെ പോവാറില്ലേ? അപ്പോൾ ക്ഷേത്രത്തിൽ ഈ പരിശോധനകൾ നടക്കാറില്ലേ? നമ്മുടെ ഉപരാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിൽ വന്നില്ലേ? അവിടെ പരിശോധനകൾ നടന്നില്ലേ? കാരണം അതിന് പ്രോട്ടോക്കോൾ പ്രധാനമാണ്. ആ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടേ അത് പോകാൻ പറ്റുള്ളൂ. പ്രോട്ടോക്കോൾ പറ്റില്ല എന്ന് സുകുമാരൻ നായർ പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമല്ല. അപ്പോൾ ഇതെല്ലാ കാലത്തും അതങ്ങനെയാണ് നടക്കുന്നത്. അവർക്ക് അങ്ങനത്തെ സുരക്ഷാ കാര്യങ്ങളൊക്കെ എവിടെ ആരെപ്പോൾ കയറുന്നു പറയാൻ പറ്റുമോ? ഈ സുരക്ഷ, ഈ പട്ടിയും കൊണ്ട് ഷൂ ഇട്ട് അവിടെ നടന്ന് പരിശോധിക്കാതെ സുരക്ഷ ഉറപ്പ് കൊടുക്കാനായിട്ട് സുകുമാരൻ നായർക്ക് പറ്റുമോ? സുകുമാരൻ നായർക്ക് സ്വന്തമായിട്ട് സേനകളുണ്ടോ? അപ്പോൾ അതുകൊണ്ട് റദ്ദാക്കി. നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് റദ്ദാക്കി. പെരുന്ന NSS ഇത് അവിടെ SB കോളേജിൻ്റെ ശതാബ്ദി ഉദ്ഘാടനത്തിന് വരുന്നതാണ്. അപ്പോൾ പെരുന്ന NSS മൈതാനത്ത്, അതായത് നെടുമ്പാശ്ശേരിയിൽ വന്നിട്ട് ഹെലികോപ്റ്ററിൽ പെരുന്ന NSS മൈതാനത്ത് ഇറങ്ങും. അവിടെ നിന്ന് മന്നം സമാധിയിലേക്ക് പോയി പുഷ്പങ്ങൾ അർപ്പിക്കാനായിരുന്നു തീരുമാനം. അതിപ്പോൾ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഇത് പരിപാടി ചങ്ങനാശ്ശേരി പരിപാടി വെട്ടിച്ചുരുക്കി, അവിടെ ഒരൊറ്റ പരിപാടി മാത്രമായിട്ട് ഒതുങ്ങി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട്
പല വേർഷനും ഉണ്ടാവും എന്നൊക്കെയാണ് സുകുമാരൻ നായർ പറയുന്നത്. അതും ഇതിൻ്റെ ഒരു കാരണമാണ് എന്നാണ് പറയുന്നത്. കാരണം ഈ സമയത്ത് മറ്റേ ഉപരാഷ്ട്രപതി അവിടെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയ്ക്ക് നോവും. ഇതാണല്ലോ ഈ പറയുന്ന രാഷ്ട്രീയം. അപ്പം അതുകൊണ്ട് മറ്റേ വി.ഡി. സതീശൻ പോയാലും ചിലപ്പോൾ സമ്മതിക്കില്ല. കാരണം രമേശ് ചെന്നിത്തല അടുത്തിടെയും പോയിരുന്നല്ലോ. ചിലപ്പോൾ രമേശ് ചെന്നിത്തല പോകുന്ന തന്നെ വി.ഡി. സതീശനെ പ്രവേശിപ്പിക്കരുത് എന്നൊക്കെ പറയാൻ ആയിട്ടൊക്കെ ആയിരിക്കും. നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഈ വൈകിട്ട് 3:30 ആണ് ആ പരിപാടി. ഇവിടെ BJPയുടെ പ്രഭാരിയായിരുന്നു അദ്ദേഹം മുമ്പ്, ഗവർണർക്ക് ആകുന്നതിന് മുമ്പ്. കോയമ്പത്തൂര് സ്വദേശിയാണ് അദ്ദേഹം. അപ്പോൾ ശരിയായ ഇതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ഈ വെള്ളാപ്പള്ളിക്ക് പത്മവിഭൂഷൺ കൊടുത്തല്ലോ, അത് സുകുമാരൻ നായർക്ക് ദഹിച്ചിട്ടില്ല. അപ്പോൾ BJP സർക്കാർ എന്തുകൊണ്ട് അദ്ദേഹത്തിനെ പരിഗണിച്ചില്ല? അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വ്യക്തമാക്കണ്ടേ? അതെ, അത് ന്യായമായ ഒരു പരാതിയാണല്ലോ. അയാൾ നോക്കുമ്പോഴും അയാൾക്കൊപ്പം നിൽക്കുന്ന ആളുകളും നോക്കുന്ന സമയത്ത് വെള്ളാപ്പള്ളിക്ക് അത് കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് തനിക്ക് തന്നൂടാ എന്ന് ചോദിക്കാവുന്നതാണ്. അതെ, പക്ഷെ ഈ ക്ഷമയല്ലേ ആട്ടിൻ സൂപ്പിന്റെ ബലം ചെയ്യില്ലേ? ഈ സുകുമാരൻ നായർക്ക് ഭാരതരത്നം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിലോ ചിലപ്പോൾ അടുത്ത കൊല്ലമൊക്കെ ആവുമ്പോ ഇതോടുകൂടി അത് പോയി കിട്ടേ. അതെ, അത് പോയി. അപ്പൊ അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ രാഷ്ട്രപതി മറ്റേ രാജ്യസഭയുടെ അധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ പദവിയാണ്. അപ്പോൾ ഉപരാഷ്ട്രപതി എന്നുള്ളത് രാജ്യസഭാ ചെയർമാൻ എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കുന്നത്. മാസം 4 ലക്ഷം രൂപയാണ് ശമ്പളം. രാഷ്ട്രപതിയുടെ തന്നെ ഈ അവകാശങ്ങളൊക്കെ, ഇമ്മ്യൂണിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപരാഷ്ട്രപതിക്കും ഉണ്ട്. എന്താന്ന് വെച്ചാൽ രാഷ്ട്രപതിയുടെ സീറ്റ് വാക്കൻ്റ് ആയാൽ രാഷ്ട്രപതിയായിട്ട് പ്രവർത്തിക്കുന്ന ഉപരാഷ്ട്രപതിയാണല്ലോ എല്ലാ കാര്യങ്ങളും. ഉപരാഷ്ട്രപതി ആക്ടിങ് രാഷ്ട്രപതിയായിട്ട് തന്നെ ഉപരാഷ്ട്രപതി വരും. അതുകൊണ്ടാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്ത് ഇരിക്കുവോളം ക്രിമിനൽ പ്രൊസീഡിങ്സ്, ക്രിമിനൽ കേസൊന്നും ആ സ്ഥാനത്തുള്ളവർക്ക് എടുക്കാൻ പറ്റില്ല. ആ ഇമ്മ്യൂണിറ്റിയൊക്കെ ഉള്ള ആളാണ്. ഭരണഘടനയുടെ 65-ാം വകുപ്പിലാണ് ഉപരാഷ്ട്രപതിയുടെ അവകാശങ്ങളൊക്കെ നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഭരണഘടനാപരമായ പദവിയെ ആദരിക്കുക എന്നുള്ളതാണ് ഈ NSS ഒക്കെ സാധാരണഗതിയിൽ ചെയ്യേണ്ടത്. ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നത് പോലെ ഇവര് എല്ലാത്തരം ആരാധനാലയങ്ങളിൽ പോകുന്ന ആളുകളല്ലേ. ആ പോകുന്നതിനൊക്കെ മുമ്പ് അവിടെയൊക്കെ പരിശോധനകൾ നടക്കുകയും ചെയ്യും. അപ്പോൾ 1996 പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിന് മന്നം സമാധിയിൽ ഇതുപോലെ കാൽ ചവിട്ടാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മറ്റേ നരസിംഹറാവു ചെല്ലുന്നതിന് മുമ്പ് സെക്യൂരിറ്റിക്കാർ ഷൂ ഇട്ട് മന്നം സമാധിയിൽ ചെന്നു എന്നാണ് അന്ന് പറഞ്ഞത്. അന്ന് PK നാരായണ പണിക്കർ ആണ് സെക്രട്ടറി ആയിരുന്നത് NSSന്റെ. അപ്പോൾ അതിനെ തുടർന്ന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവർക്ക് NDP എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ. ആ NDP UDFിൽ നിന്ന് പിൻവാങ്ങി, ബന്ധം വിച്ഛേദിച്ചു. അതിനെ തുടർന്ന് മാത്രമല്ല, ഇനി വേറൊരു BJP നേതാവിനും മന്നം സമാധിയിൽ പ്രവേശനം കിട്ടിയിട്ടില്ല. LK അദ്വാനി. അദ്ദേഹത്തിൻ്റെ രഥയാത്രാ സമയത്ത് അദ്ദേഹത്തിന് കയറ്റിയില്ല. അദ്ദേഹം അന്ന് രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ ഒന്നും അല്ലല്ലോ. അപ്പൊ BJPക്കാരാണെങ്കിൽ പ്രവേശിപ്പിക്കില്ല എന്നുള്ളതിന് അദ്വാനിയുടെയും അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇനി 1996 PK നാരായണ പണിക്കരുടെ കാലമാണ് അന്നും ഇത് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അന്നും അധികാരം ഒക്കെ സുകുമാരൻ നായരുടെ തന്നെ കയ്യിലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്ന് പറഞ്ഞാൽ ഒരു പഴയ അനുഭവം ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. KP രാമേന്ദ്രൻ നായർ എന്ന് പറഞ്ഞ ആൾ NDPയുടെ ആരോഗ്യമന്ത്രിയായിരുന്നല്ലോ, ആലപ്പുഴക്കാരൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരാൾ ഒരു ശുപാർശയ്ക്ക് ചെന്നു. NSS കോളേജിൽ എന്തോ ഒരു പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ KP രാമേന്ദ്രൻ നായർ പറഞ്ഞു, എനിക്ക് ആ PK നാരായണ പണിക്കർ ആണെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് സുകുമാരൻ നായരാണെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള കഥയാണിത്. എനിക്ക് അവിടെ ആ കാര്യങ്ങളൊക്കെ നോക്കുന്ന അവിടെ സുകുമാരൻ നായർ എന്ന് പറഞ്ഞ ഒരാളാണ്, മണിച്ചേട്ടൻ എന്ന് പറയും.
അപ്പോൾ അങ്ങേരിൽ എനിക്ക് സ്വാധീനമൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ രസത്തിലല്ല. അപ്പം നിങ്ങൾ പോയിട്ട് അവിടെ നാരായണ പണിക്കര് ചേട്ടനെ കാണുക. നാരായണ പണിക്കര് ചേട്ടനെ സുകുമാരൻ നായരിൽ വലിയ സ്വാധീനം, അപ്പൊ കാര്യങ്ങൾ നടക്കുമായിരിക്കും എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ ഇതാണ് കഥ. അപ്പൊ ഇത് ഈ പെരുന്നാൾ നായരുടെ ഒരു പട്ടി ഷോ ആയിട്ട് കരുതിയാൽ മതി. എന്താണ് ഈ പിയേഴ്സന് ഇതേപ്പറ്റി? അല്ലേ, ഞാൻ പറയുന്നത് ഇതൊക്കെ മാറ്റുകയോ അല്ലെങ്കിൽ തിരുത്തുകയോ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ആ ഒരു വ്യക്തിയല്ലല്ലോ, അവരൊരു വലിയ സംവിധാനമല്ലേ. ആ സംവിധാനത്തിനകത്ത് ഒരു ഉൾപാർട്ടി ചർച്ചയോ ഒരു സംവിധാനമോ ഇല്ലേ? ഇല്ല, ആരും ചോദിക്കില്ല. ഇല്ല. ഇദ്ദേഹം എന്തൊക്കെ പറയുന്നു അതൊക്കെ അതാണ്. അതെ, അങ്ങനെ ആരോടും ചോദിക്കാതെയാണ് ഈ മറ്റേ SNDP ആയിട്ട് ഐക്യെന്ന് തീരുമാനിച്ചത്. ഇങ്ങനെ തീരുമാനിച്ച ശേഷമാണ് ഡയറക്ടർ ബോർഡ് അംഗീകരിക്കുന്നത്. അങ്ങനെ പിന്നെ ഡയറക്ടർ ബോർഡിനെ അറിയിച്ചു ഇത് നമുക്ക് വേണ്ടെന്ന്. കാരണം എന്താന്ന് വെച്ചാൽ ആ ഇടവേളയിലാണ് ഈ പത്മവിഭൂഷൺ വന്നതേ. അപ്പൊ പുള്ളി അത് വേണ്ട എന്ന് വെച്ചു. അത് അപ്പൊ തന്നെ പ്രകടമായിരുന്നു. പിയേഴ്സൺ പറഞ്ഞ പോലെ അതൊരു ബോഡിയാണെന്ന് പറഞ്ഞില്ലേ, അതൊരു ട്രസ്റ്റാണ്. ഇയാളുടെ തറവാട്ട് സ്വത്തല്ല സുകുമാരൻ നായരുടെ. അതാണല്ലോ പ്രശ്നം. അയാളിത് ഇപ്പൊ ഇയാള് തന്നെയാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യത്തിലും കൊള്ളാവുന്ന നായന്മാർക്ക്, തറവാടി നായന്മാര് അവശേഷിക്കുന്നുണ്ടല്ലോ, അവർക്ക് സംശയമുണ്ട്. ഇയാളുടെ മകളാണ് ഇപ്പൊ ഇയാളെ നിയന്ത്രിക്കുന്നത്. കാരണം കുറെ പ്രായമല്ലോ ഇയാൾക്ക്. അപ്പോൾ ഈ ചിഹ്നനൊക്കെ ബാധിച്ചിട്ടുണ്ടാവും. മകളാണ് തീരുമാനിക്കുന്നതെന്നാണ് പറയുന്നത്. വളരെ മോശമായിപ്പോയി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.